നേരറിയാൻ കുഴിച്ചിട്ട മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കുന്നു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ വയോധികന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കോടതി ഉത്തരവ്. പുലിയൂർ സ്വദേശി യേശുദാസിന്റെ മൃതദേഹമാണ് നാളെ കല്ലറ പൊളിച്ച് പുറത്തേക്കെടുക്കുന്നത്. യേശുദാസിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മരുമകൾ ലീന ബിൻസ് നൽകിയ പരാതിയിലാണ് നടപടി. പിതാവിന്റെ മരണത്തിനു പിന്നാലെ സ്വത്തുക്കൾ പിതാവിന്റെ സഹോദരന്റെ പേരിലേക്ക് മാറ്റിയതിൽ തോന്നിയ സംശയമാണ് ഇത്തരത്തിലൊരു കോടതി നടപടികളിലേക്കും നാളെ മൃതദേഹം പുറത്തെടുക്കുന്നതിലേക്കും കാര്യങ്ങൾ എത്തുന്നത്. മാർച്ച് 20-നാണ് 70 വയസ്സുകാരനായ യേശുദാസിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തും മുമ്പ് മരിച്ചിട്ടും അന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നില്ല. 24-ന് മൃതദേഹം പുലിയൂർ സെന്റ് മേരീസ് പള്ളിയിൽ അടക്കം ചെയ്തു. മരണത്തിന് ശേഷം ബാങ്ക് അക്കൗണ്ടിലും സ്വത്തുരേഖകളിലും മരുമകൾ ലീന ബിൻസ് നടത്തിയ പരിശോധനയിൽ തിരിമറി ശ്രദ്ധയിൽപ്പെട്ടു. യേശുദാസിന്റെ സഹോദരൻ ഗബ്രിയേലിന്റെ പേരിലേക്ക് എല്ലാം മാറ്റിയതായാണ് കണ്ടെത്തിയത്. സ്വത്തുക്കൾ കൈക്കലാക്കാൻ യേശുദാസിനെ അപായപ്പെടുത്തിയെന്നാണ് മരുമകളുടെ സംശയം. ലീനയുടെ പരാതിയെ തുടർന്നാണ് മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കാനുള്ള കോടതി ഉത്തരവ്. ഇതിലെന്തോ ദുരൂഹതയുണ്ട്. ഗബ്രിയേൽ എന്ന് പറയുന്ന പപ്പായുടെ അനിയനാണ് ഇവരെ കൊണ്ടുവന്നതും അവരെ 1 മാസത്തിനിടെ പറഞ്ഞു വിടുകയും പിന്നെ ജൂലൈ തൊട്ട് അവരെ സ്ഥിരമാക്കുകയും ചെയ്തു. അത് ഏജൻസി വഴിയല്ല അവരെ കൊണ്ടുവന്നത്. അതെന്താണ് അവരെ അങ്ങനെ കൊണ്ടുവന്നത്, എന്തുകൊണ്ടാണ് അവരെ അങ്ങനെ നിർത്തിയത്, എന്താണ് ഇവർ തമ്മിലുള്ള റിലേഷൻ, എന്താണ് ഇവർ തമ്മിലുള്ള ഡീല്, എനിക്കതറിയണം. നാളെ രാവിലെ 10 മണിയോടെ മൃതദേഹം പുറത്തെടുക്കാനാണ് കോടതി നിർദ്ദേശം. ചെങ്ങന്നൂർ തഹസിൽദാരുടെ മേൽനോട്ടത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നടപടികൾ പൂർത്തിയാക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.